മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോ ചാൻസലറായ കേരള ഡിജിറ്റൽ സർവകലാശാല നിർവഹണ ഏജൻസിയായ ഗ്രാഫീൻ ഉൽപാദന പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ ക്രമക്കേട്. പദ്ധതി നടത്തിപ്പിന് അനുവദിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടായ 237 കോടിയോളം രൂപ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറിയത് വ്യക്തമായ മാർഗരേഖകൾ ഇല്ലാതെയാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, എന്താണ് ഈ ക്രമക്കേട്? വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ ഗ്രാഫീൻ ഉൽപാദന പദ്ധതി നടത്തിപ്പിലാണ് കോടികളുടെ ക്രമക്കേട് ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് ഏതാണ്ട് 237 കോടി രൂപ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കൈമാറിയത് പ്രത്യേക രേഖകളൊന്നും അല്ലെങ്കിൽ കൃത്യമായ മാർഗരേഖകളൊന്നും ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രതിയായി ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ വൈസ് ചാൻസലറായിരുന്ന സിസ തോമസ് ഗവർണർക്ക് ഒരു ഇത് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ സർക്കാർ നൽകിയ ഒരു വിഹിതം എന്നുള്ളത് 94.85 കോടി രൂപയുടെ ഫണ്ടായിരുന്നു. അത് തുടക്കത്തിൽ ഇന്ത്യ ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ എന്ന കമ്പനിക്കാണ് അനുവദിച്ചത്. എന്നാൽ പിന്നീട് ഇതിൻ്റെ നിർവഹണ ഏജൻസിയായി ഡിജിറ്റൽ സർവകലാശാലയെ തന്നെ നിർവഹണ ഏജൻസിയായി നിയമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊരു സർക്കാർ ഒരു തിരുത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത്. പിന്നീട് ഈ പറയുന്ന പൈലറ്റ് പദ്ധതിക്ക് ഭരണാനുമതി നൽകുകയും അതിനുശേഷം ഈ പറയുന്ന വ്യവസായികൾക്ക് 47.22 കോടി രൂപ, കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം 37.63 കോടി രൂപ, വ്യവസായ സംഘാടകർ 10 കോടി രൂപ എന്നുള്ളതായിരുന്നു ആദ്യ വിഹിതം എന്നുള്ളത്. അങ്ങനെ ഒന്ന് മാർഗരേഖകൾ നൽകാതെ ഈ പണം കൈമാറി എന്നുള്ളതാണ് ക്രമക്കേട് ആരോപണവുമായി പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. അതോടൊപ്പം തന്നെ ഫൈനാൻസ് ഓഫീസർ പോലും ഇല്ലാതെയാണ് സർവകലാശാലയിൽ ഇത്രയും കോടി രൂപ കൈകാര്യം ചെയ്തത് എന്നുള്ളതിനെ പറ്റിയുള്ള ആരോപണങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ രേഖകൾ ഇക്കാര്യത്തിലില്ല എന്നുള്ളതുമായിരുന്നു നേരത്തെ കണ്ടെത്തിയത്. ഇത് വൈസ് ചാൻസലറായിട്ടുള്ള സിസ തോമസ് തന്നെയാണ് ഇതിലൊരു റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഗ്രാഫീൻ പദ്ധതി നടത്തിപ്പിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ നടത്തിപ്പ് സംഭവിച്ചും അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ സംബന്ധിച്ചും ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പനിയുടെ രൂപീകരണത്തിൽ സുതാര്യതയില്ല, അതോടൊപ്പം തന്നെ വിലാസത്തിലെ പൊരുത്തക്കേടുണ്ട്, പദ്ധതി നിർവഹണത്തിൽ വ്യക്തതയില്ലായ്മയുണ്ട്, ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകളുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ആയിരുന്ന സിസ തോമസ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നതും ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നടപടികൾ ഗവർണർ തന്നെ നേരിട്ട് ആരംഭിച്ചിരിക്കുന്നതും. കൃഷ്ണരാജ്, അല്ല, ഇതിപ്പോൾ ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ സിസ തോമസ്. ഈ ഗവർണറുടെ നടപടി എന്താകും? ഈ സിസ തോമസ് ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. സർക്കാർ എപ്പോഴും സിസ തോമസിനെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പലപ്പോഴും അവർ ചൂണ്ടിക്കാട്ടുകയും അല്ലെങ്കിൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ റാൻ മൂളുന്ന ഒരു സ്വഭാവം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സർക്കാരുമായി പലവിധ ഫൈറ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് വൈസ് ചാൻസലർ ആയിരുന്ന ആൾ തന്നെ പോകുമ്പോൾ അതിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ വളരെ കർശനമായ നടപടി സ്വീകരിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രാഥമികമായി VC നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വാസ്തവികത പരിശോധിക്കുകയായിരിക്കും ആദ്യം ഗവർണർ ചെയ്യുക. അതിനുശേഷം ഈ വിഷയത്തിൽ കൃത്യമായി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് ഒരു കത്ത് നൽകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ റിപ്പോർട്ട് അദ്ദേഹം പരിശോധിക്കുകയാണ്. പ്രാഥമികമായി ഈ ആരോപണങ്ങളിൽ ശരിയുണ്ട് എന്നുള്ളത് തന്നെയാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന വിവരം. പ്രത്യേകിച്ച് ഈ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പദ്ധതി നടത്തിപ്പിനായിട്ടുള്ള കമ്പനിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതകളാണ്. ഇത്രയധികം കോടി രൂപ സർവകലാശാലയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഒരു ഫിനാൻസ് ഓഫീസർ പോലും ഇല്ലാത്തൊരു സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട വിവിധ പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുതാര്യതയില്ലായ്മ, അതിൽ ഏതൊക്കെ രീതിയിൽ ഫണ്ട് ചെലവഴിച്ചു, എവിടെയൊക്കെ ഫണ്ട് ചെലവഴിച്ചു, എത്ര കോടി രൂപ എങ്ങോട്ട് പോയി എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായൊരു ഉത്തരം നൽകാൻ സർവകലാശാലയ്ക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് വൈസ് ചാൻസലർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ വൈസ് ചാൻസലർ സിസ തോമസ് ആയിരിക്കുമ്പോൾ തന്നെ സർക്കാരുമായിട്ടുള്ള പല ഏറ്റുമുട്ടലുകൾ, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ സംഘടനകളിൽപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ ഈ ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ നടന്നൊരു ക്രമക്കേട് എന്ന നിലയിൽ തന്നെയാണ് വൈസ് ചാൻസലർ ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നതും ഗവർണർക്ക് അത്തരമൊരു റിപ്പോർട്ട് നൽകിയതും. എന്തായാലും അദ്ദേഹം പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്ന വസ്തുതകളുടെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഗവർണർ ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികൾക്കായി ഗവർണർ ശുപാർശ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക.
കൃഷ്ണരാജ്. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോസ് ചാൻസലറായ കേരള ഡിജിറ്റൽ സർവകലാശാല നിർവഹണ ഏജൻസിയായ ഗ്രാഫീൻ ഉൽപാദന പദ്ധതി നടത്തിപ്പിൽ കോടികളുടെ ക്രമക്കേടെന്ന ആക്ഷേപം വരുന്നു. റിപ്പോർട്ടിലുണ്ട്, സിസ തോമസിൻ്റെ റിപ്പോർട്ടിൽ ഇക്കാര്യമുണ്ട്. ഗവർണർ നടപടിയെടുക്കും എന്നാണ് കരുതേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.